ഗീക്ബോസിന്റെ GBC Sigma X1 ഓഫീസ് കുറേ ക്ലയൻസുകൾ ഇപ്പം അവർക്ക് ഒരു പർപ്പസും അവരൊരു ബഡ്ജറ്റും ആണ് പറയുന്നത്. അതായത് ഇന്ന മോഡൽ വേണമെന്നല്ല, അവർക്ക് എനിക്ക് ചേട്ടാ എൻ്റെ ബഡ്ജറ്റ് 20,000 രൂപയാണ്, എനിക്ക് 30,000 രൂപയാണ്, ഇതിൽ എനിക്ക് ഈ ഒരു കാര്യം നടക്കുമോ എന്നീ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അവരുടെ റിക്വയർമെന്റ്സ് 7 വർഷത്തെ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ സിഗ്മ സീരീസിൽ എക്സ് സീരീസ് എന്ന് പറയുന്ന വേരിയന്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ ഏറ്റവും എൻട്രി ലെവൽ ഇതിനെക്കാളും കുറഞ്ഞൊരു PC ഗീക്ബോസിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലാണ് നമ്മൾ ഏറ്റവും എൻട്രി ലെവൽ ആയിട്ട് നമ്മൾ സ്റ്റാർട്ടേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു മോഡൽ. ഹൂ ഷുഡ് ബൈ സിഗ്മ X1 ഓഫീസ് ഇഫ് യു ആർ ഹാവിംഗ് എ ടൈറ്റ് ബഡ്ജറ്റ്, വളരെ ടൈറ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ട്, 1 രൂപ പോലെ ഇതിനേക്കാൾ നിങ്ങൾക്ക് മുടക്കാൻ തയ്യാറല്ല, 20,000 25,000 റേഞ്ച് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ പറഞ്ഞ സിഗ്മ X1 ഓഫീസ് മോഡൽ. ഈ ഒരു ബിൽഡിന് വേറൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഡേ ടു ഡേ ടാസ്കുകൾ, അതായത് ഓഫീസ് റിലേറ്റഡ് വർക്കുകൾ തൊട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഒക്കേഷണൽ ഗെയിമിങ്ങും ഓൺലൈൻ ആയിട്ടുള്ള നിങ്ങൾ ഈ സ്പോർട്സ് ടൈറ്റിൽ ലൈക്ക് വാലറന്റ് ഒക്കെ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഈസ് പ്രിറ്റി ഇനഫ് ഫോർ ദ ബഡ്ജറ്റ്. എനിക്ക് കൂടുതൽ ഫ്ലാഷി എക്സ്പെൻസീവ് കോമ്പണൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്കും അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ ഞാൻ ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ വിതൗട്ട് ബ്രേക്കിംഗ് ദ ബാങ്ക് സിഗ്മ X1 ഓഫീസ് എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. വൈ സിഗ്മ X1 ഓഫീസ്? X1 ഓഫീസ് എന്ന് പറയുന്ന മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്തത് തന്നെ ഗീക്ബോസിലെ ഏറ്റവും ബഡ്ജറ്റ് ലെവൽ, സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇതിൽ കുറഞ്ഞൊരു ബിൽഡ് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇത് ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു 20,000 25,000 രൂപയൊക്കെ മുടക്കുമ്പോൾ നിങ്ങൾക്ക് ഡീസെന്റ് ഇനഫ് ആയിട്ടുള്ള പെർഫോമൻസും ഇത് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ എല്ലാ കോമ്പണൻസും, മോർ ഓവർ കോർ കോമ്പണൻസ് ലൈക്ക് പ്രൊസസർ, മദർ ബോർഡ്, RAM, SSD എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്യാബിനറ്റും PSUവും ഒരു ഓഫീസ് കോമ്പാക്ട് സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു GPU ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ഹൈ ഇന്റൻസീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇത്രയും ഉള്ളൂ, നിങ്ങൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡേഷൻ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും സിഗ്മ X1 ഓഫീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസസർ AMDയുടെ Ryzen 5 5600G ആണ്. അറൌണ്ട് 4.6 GHz മാക്സ് ബൂസ്റ്റ് വരുന്ന ഒരു പ്രൊസസർ തന്നെയാണ്. 6 കോറും 12 ത്രെഡും വരുന്നുണ്ട്. ഇൻബിൽഡ് ആയിട്ട് 2 GB ഗ്രാഫിക്സ്, അതും വേഗ 7 ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫീസ് വർക്കുകളായിക്കോട്ടെ അറ്റ് ദ സെയിം ടൈം ഒക്കേഷണൽ ഓൺലൈൻ ടൈറ്റിൽസ് കളിക്കാനും യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കളിക്കാൻ പറ്റും. അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രൊസസറിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഒരു ഓൺ ആൻഡ് ആവറേജ് ഒരു ഇപ്പോൾ 2025 6 കോർ പ്രൊസസർ എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും എൻട്രി ലെവൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 6 കോറിന് താഴെ ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വർത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ. മദർ ബോർഡ് ചോയ്സ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് ASUSന്റെ ഏറ്റവും കോർപ്പറേറ്റ് സ്റ്റേബിൾ മോഡലായ പ്രൈം CSM മോഡലാണ് ഉപയോഗിച്ചത്. 520 ആണ് ചിപ്സെറ്റ് വരുന്നത്. അതേപോലെ തന്നെ റാം ചോയ്സ് ആയിട്ട് 8GB DDR4 XPGയുടെ D30 3200 MHz റാം സ്റ്റിക്ക് ആണ് ഉപയോഗിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 16GB അപ്ഗ്രേഡ് ചെയ്യാവുന്നതുമാണ്. 500GB ആണ് സ്റ്റോറേജ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഓഫീസ് പർപ്പസും ലൈറ്റ് ഗെയിമിംഗേ ഉള്ളുവെങ്കിൽ 500GB മോർ ദാൻ ഇനഫ്. കാരണം നമ്മൾ AAA ടൈറ്റിൽസ് ഒക്കെ കൂടുതൽ കളിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ സ്റ്റോറേജിന്റെ ആവശ്യം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ വാലറന്റും PUBG PC ഒക്കെ നിങ്ങൾ കളിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു ലോ ടു മീഡിയം സെറ്റിംഗ്സിൽ 1080p നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അതും ഈ ഒരു സെയിം സ്പെക്കിൽ കേട്ടോ. കൂളർ ചോയ്സ് ആയിട്ട് AMDയുടെ Wraith Stealth എന്ന് പറയുന്ന ഒരു കൂളർ ആണ്. ആഫ്റ്റർ മാർക്കറ്റ് കൂളേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വളരെ ടൈറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു 1000 രൂപ എക്സ്ട്രാ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മാറാവുന്നതാണ്. അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാബിനറ്റ് അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ഒരു സൂപ്പർ കോമ്പാക്ട് ഓഫീസ് ടൈപ്പ് ക്യാബിനറ്റ് ആണ്. കൂടുതൽ ഫ്ലാഷി RGB ലുക്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഇതിന്റെ കൂടെ തന്നെ കപ്പിൾ ചെയ്ത് വരുന്ന ഒരു PSU ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പവർ കൺസപ്ഷൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഗ്രാഫിക്സ് കാർഡുകളൊന്നും നിങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓവർ ഹീറ്റിംഗ് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു PC നിങ്ങൾ ലൈറ്റ് പർപ്പസ് ഗെയിമിംഗ് മാത്രമേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇന്റൻസീവ് എഡിറ്റിംഗ് എന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ഈ ഒരു PC എടുത്ത് വെക്കാതിരിക്കുക. ഈ ഒരു PCയുടെ ഓവറോൾ കോസ്റ്റ് വരുന്നത് 24,999 രൂപയാണ്. ഇത് ഏറ്റവും അറ്റ് പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രൈസസ് എപ്പോഴും റെഗുലർലി അപ്ഡേറ്റഡ് ആയിരിക്കും. മോർ ഓവർ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഹൗ ക്യാൻ യു ബൈ? ഈ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ PC ബിൽഡ് ഗീക്ബോസിലൂടെ എടുക്കാവുന്നതെന്ന്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ മോഡൽസ് സിഗ്മ X സീരീസിലുള്ള എല്ലാ വേരിയൻസും നമ്മൾ ഗീക്ബോസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ geekboss.in അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ റേറ്റും മോഡൽസും സ്പെക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലൂടെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള
ഓപ്ഷൻ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുപരി നിങ്ങൾക്ക് ഈ PPCയിൽ ഏതൊരു വേരിയന്റ് ആയിക്കോട്ടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഗിഗ് ബോസിന്റെ ഫ്രണ്ട് ലൈനിൽ വിളിച്ച് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ചെയ്യണോ അല്ലെങ്കിൽ ആഡ് ചെയ്യണോ വേണമെന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷനിലൂടെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിഗ് ബോസിന്റെ ട്രിവാൻഡ്രം ഓഫീസിലും ഗിഗ് ബോസ് കൊച്ചിൻ ഓഫീസിലും വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതിലുപരി നിങ്ങൾക്ക് ഈ ഒരു PC ബിൽഡുകൾ ഹോം ഡെലിവറി സർവീസ് അവൈലബിൾ ആണ്. ഓൾ കേരള ലെവലിൽ നമുക്ക് ഹോം ഡെലിവറി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ഗിഗ് ബോസിൽ നിന്ന് നിങ്ങൾക്ക് EMI-യിലൂടെ പർച്ചേസ് ചെയ്യാം. ഗിഗ് ബോസിൽ നിങ്ങൾ ഏതൊരു PC ബിൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എയ്തർ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് EMI നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് EMI നാഷണലൈസ്ഡും പ്രൈവറ്റ് സെക്ടറിലും ഉള്ള ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് മാത്രം നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് വെച്ച് EMI എടുക്കാവുന്നതാണ്. 6 മാസത്തിന്റെ ഉണ്ട്, 12 മാസത്തിന്റെ ഉണ്ട്, 24 മാസം ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ യുവർ ബാങ്ക് സ്റ്റാറ്റസ്. അതുകൂടാതെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ബജാജ് EMI ആപ്ലിക്കബിൾ ആണോ? അല്ല, ബജാജ് EMI വെച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് PC ബിൽഡ് എടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മോഡൽസ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്സ്, ഹോം അപ്ലയൻസ് ഒക്കെ പറ്റും. പക്ഷേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള PC ബിൽഡുകൾക്കും ഗിഗ് ബോസിലുള്ള PC ബിൽഡുകൾക്കും EMI-യിൽ ബജാജ് ആപ്ലിക്കബിൾ അല്ല കേട്ടോ. ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യാൻ തയ്യാറെങ്കിൽ നിങ്ങൾക്ക് ഗിഗ് ബോസിന്റെ കൊച്ചിൻ ഓഫീസിലോ ഗിഗ് ബോസിന്റെ ട്രിവാൻഡ്രം ഓഫീസിലോ വന്ന് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഗൂഗിൾ പേ ആപ്ലിക്കബിൾ ആണ്. പിന്നെ കാർഡ് പേയ്മെന്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലുപരി വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ PC ബിൽഡുകൾ എടുക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 5000 rupees ആണ് അഡ്വാൻസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഫുൾ പേയ്മെന്റും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതുമാണ്. സർവീസ് ആൻഡ് ട്രസ്റ്റ് ഗിഗ് ബോസിൽ നമ്മൾ ഗിഗ് ബോസ് എന്ന് പറയുന്ന ബ്രാൻഡ് കസ്റ്റം PC ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിയർലി 7+ years ആയിട്ടുണ്ട്. സിൻസ് 2017. നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കാവുന്നതാണ്. കൂടുതൽ ടെസ്റ്റിമോണിയൽസ് ഒക്കെ നമുക്ക് ഗൂഗിൾ റിവ്യൂസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിലുപരി ഗിഗ് ബോസിന്റെ യൂട്യൂബ് ചാനലായ ഗിഗ് ബോസ് TV ചാനലും നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ നിങ്ങൾ സ്ക്രോൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം ചെയ്ത വീഡിയോസ് എല്ലാം അതിൽ കാണാവുന്നതാണ്. ഇപ്പൊ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, അതായത് ബ്രാൻഡ് ന്യൂ ആയിട്ട് നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ ഇതെന്താ ഗിഗ് ബോസ് എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഗിഗ് ബോസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റും റീസെന്റ് ചെയ്ത ബിൽഡുകളും കൊളാബറേഷൻ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കാണാവുന്നതാണ്. അപ്പം ട്രസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. അതേപോലെ തന്നെ ഫിസിക്കൽ പ്രസൻസ് പ്ലസ് ഓൺലൈൻ ഇ-കൊമേഴ്സ് പ്രസൻസും ഗിഗ് ബോസിന് അവൈലബിൾ ആണ്. ഗിഗ് ബോസ് ട്രിവാൻഡ്രം എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ മാപ്പ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഗിഗ് ബോസ് കൊച്ചിൻ സെർച്ച് ചെയ്യാൽ ഗിഗ് ബോസ് കൊച്ചിൻ ഓഫീസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസും രണ്ടിടത്തും അവൈലബിൾ ആണ്. ഇനി സർവീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഗിഗ് ബോസിൽ നിന്ന് PC ബിൽഡ് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ടെക്നിക്കൽ ഓർ കോമ്പണന്റ് ഇഷ്യൂ എന്തുപോലെ RMA കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഗിഗ് ബോസിന്റെ ഒഫീഷ്യൽ കെയർ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഗിഗ് ബോസ് കെയർ ട്രിവാൻഡ്രത്തും കൊച്ചിനിലും അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ സൈറ്റ് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. റിമോട്ട് അസസ് ചെയ്ത് ചില സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഒക്കെ ചിലപ്പം വരാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമോട്ട് അസസ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് 10 വർഷത്തെ ഗിഗ് ബോസിന്റെ പ്രീമിയം ലൈഫ് ടൈം ഒരു സ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കസ്റ്റമർ പാക്കേജ് 1999 പ്ലസ് ടാക്സ് ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 10 വർഷം ലേബർ കോസ്റ്റ് സർവീസ് ചെയ്യുന്ന ഒരു ലേബർ കോസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പല ആൾക്കാർക്കും അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഓപ്ഷണൽ കേസ് ആണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം വെക്കാവുന്നതാണ്, നിർബന്ധിച്ച് അങ്ങനെ വെക്കുന്നില്ല.